സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. അമേരിക്കയുടെ ഗാസ പദ്ധതി കേട്ട് ലോകം അമ്പരന്നു. എന്തായിരിക്കും ട്രംപിന്റെ മനസ്സിൽ? ഊഹാപോഹങ്ങൾക്ക് പഞ്ഞമില്ല. അമേരിക്ക ഗാസയെ ഏറ്റെടുക്കും, ട്രംപ് ഗാസയെ സ്വന്തമാക്കും എന്നൊക്കെ. ഇങ്ങനെയൊരു നീക്കം ശരിയാണോ? ആകാൻ വഴിയില്ല. കാരണം ഗാസയെ ഹമാസ് വിമുക്തമാക്കുമെന്നത് ശരിയെങ്കിലും അതിനർത്ഥം പാലസ്തീനി വിമുക്തമാക്കുന്നത് ശരിയാണെന്നല്ല. ഗാസ ഏറ്റെടുക്കാം എന്ന ഓഫർ ആണല്ലോ ആദ്യമുണ്ടായത്. കേട്ടപ്പോൾ തന്നെ തുർക്കിയിലെ എർദോഗൻ കാര്യം നന്നായി ഊഹിച്ച് കഴിയുന്ന ശക്തിയോടെ പ്രതിഷേധിച്ചു നോക്കി. ഫലിച്ചില്ല. ദിവസങ്ങൾ പോകെ പോകെ ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം വരികയും ചെയ്തു. സൗദി അറേബ്യ ഇപ്പോൾ എതിർപ്പിലാണ്. അത് തന്ത്രപരമായ ആവശ്യം. ഗാസ ഇറാനോ ഹമാസ് ഭീകരർക്കോ യാതൊരു സ്വാധീനവുമില്ലാത്ത വികസിത പ്രദേശമായി മാറുന്നതിൽ സൗദി അറേബ്യ ദുഃഖിക്കുമെന്ന് തോന്നുന്നില്ല. എങ്കിലും ഇസ്ലാമിക ലോകത്തെയും രാജ്യത്തെ യാഥാസ്ഥിക മതഗണത്തെയും ഒന്നടങ്കം പ്രകോപിപ്പിച്ച് സിംഹാസനത്തിന് അസ്ഥിരതയുണ്ടാക്കുന്ന സാഹചര്യം രാജകുടുംബം ഒഴിവാക്കും. അതിലപ്പുറം അമേരിക്കയെ ചെറുക്കുവാൻ അവർക്ക് കഴിയില്ല. ഇറാന്റെ ഭീഷണിക്കെതിരെ ആ രാജ്യം സ്വസ്ഥമായി കഴിഞ്ഞുകൂടുന്നത് അമേരിക്കൻ ആയുധ സൈനിക പിന്തുണ കൊണ്ടാണല്ലോ. പ്രശ്നം അതൊന്നുമല്ല. ഗാസ സ്വന്തമാക്കാൻ അമേരിക്കയ്ക്ക് അവകാശമുണ്ടോ എന്ന ചോദ്യം തന്നെ. വ്യക്തമായി പറഞ്ഞാൽ സ്വന്തമാക്കാൻ അവകാശമില്ല. രാഷ്ട്രീയമായി അത് അധാർമികമാണ്, ഒരു പക്ഷേ ആപത്കരവുമായേക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് തന്നെ ഗാസയിലെ അവസ്ഥയുടെ യഥാർത്ഥ ഉത്തരവാദികളെ പഴിക്കാൻ ലോകം നിർബന്ധിതമാണ്. ട്രംപ് ഇപ്പോഴത്തെ നിലയിൽ തീരുമാനിക്കാൻ കാരണം ഹമാസ് ഭീകരരും അവരെ പിന്തുണച്ച പാലസ്തീനികളുടെ ഇസ്രയേൽ വിരുദ്ധതയും അതിനൊപ്പമുള്ള അതിക്രമങ്ങളും ആണെന്നത് മറ്റു വാദങ്ങളെ നിഷ്പ്രഭമാക്കും. ട്രംപിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ബിയോട്ടിക്ക് സമാനമായ നടപടിയാണ്. പണിത് നടത്തി കാണിച്ച് തിരിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ റീബിൽഡ് ആൻഡ് ട്രാൻസ്ഫർ പദ്ധതി പുനർനിർമ്മിച്ച് കൈമാറൽ. ഗാസയെ സമാധാനത്തിലും സമൃദ്ധിയിലുമാക്കി തിരിച്ചേൽപ്പിക്കുക. ട്രംപ് ഉദ്ദേശിക്കുന്നതും അതുതന്നെയാകാനേ സാധ്യതയുള്ളൂ. ഇത് പെട്ടെന്നുണ്ടായ നീക്കമല്ല. ഇസ്രയേലും അമേരിക്കയും ചേർന്നുള്ള പദ്ധതി. ഗാസയിൽ ഇസ്രയേൽ ഹൈവേ നിർമ്മാണം തുടങ്ങിയത് നാട് വിട്ടുകൊടുക്കാനല്ല എന്ന സന്ദേശം നേരത്തെ തന്നെ ലോകത്തിന് ലഭിച്ചതാണ്. പക്ഷേ പുതുക്കി പണിയണമെങ്കിൽ ഗാസയെ ആദ്യം ശുദ്ധീകരിക്കണം. അതിന് ഉരുക്കുമുഷ്ടി വേണം. തുരങ്കങ്ങളെല്ലാം നിർവീര്യമാക്കി ഹമാസിന്റെ കുറ്റി വരെ നീക്കം ചെയ്യണം. തിരിച്ചടി കാലത്ത് ഒഴിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി പാലസ്തീനികളെ സമൂലം ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കുകയും വേണം. അതുകൊണ്ടാണ് UN-ഉം ഹമാസ് അനുകൂല ഗണങ്ങളും എതിർത്താലും അമേരിക്കൻ ഇടപെടലിനെ ലോകം ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നത്. സ്വാഗതം ചെയ്തേ മതിയാകൂ എന്ന് വരുന്നത്. അമേരിക്ക നേരിട്ട് അത് ചെയ്യുമെന്ന് കരുതേണ്ട. വിയറ്റ്നാമിന് ശേഷം അഫ്ഗാനിസ്ഥാനും കഴിഞ്ഞ് ഇപ്പോൾ ഗാസയിൽ സ്വന്തം പട്ടാളക്കാരെ നിയോഗിക്കാൻ ട്രംപോ അമേരിക്കൻ ജനതയോ തയ്യാറാകുമോ? ഗാസയിലെ ശുദ്ധീകരണ ജോലി ഇസ്രയേൽ ചെയ്യും. അതിനവർക്ക് ട്രംപിന്റെ പിന്തുണ വേണം. പിന്തുണ മതി. ശുദ്ധീകരണം പൂർത്തിയാക്കി ഇസ്രയേൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന മുറയ്ക്ക് പുനർനിർമ്മാണം ട്രംപ് ഏറ്റെടുക്കും. എന്തുകൊണ്ടാണ് ട്രംപ് ഗാസയിൽ താല്പര്യം കാട്ടുന്നത്? അത് വെറും മൂന്നാം കക്ഷി എന്ന നിലയിലല്ല. പശ്ചിമേഷ്യയിൽ സ്വന്തം അധീനതയിൽ ഒരു സൈനിക താവളത്തിനുള്ള സാധ്യത അമേരിക്കയ്ക്ക് വൻ പ്രലോഭനം തന്നെയാണ്. എന്നാൽ അതിലേറെ വലുതാണ് ഗാസയെക്കുറിച്ചുള്ള വാണിജ്യ സാമ്പത്തിക പ്രലോഭനം. അതിൽ ട്രംപിന് വ്യക്തിപരമായ നേട്ടത്തിന്റെ സാധ്യത കൂടിയുണ്ട്. യഹൂദ വംശജനായ ജാമാതാവ് യാരദ് കോരി കുഷ്ണറുടെ താല്പര്യത്താൽ യാരദ് യഹൂദ വംശജനാകയാൽ ഇസ്രയേലിന് തോന്നാവുന്ന സ്വീകാര്യത ട്രംപിനോടും ഉണ്ടാകാം.
ഗാസ വിഭവ സമൃദ്ധമാണ്, പ്രകൃതി അനുഗ്രഹീതമാണ്. എണ്ണ നിക്ഷേപവും കടൽ തീരവും തന്ത്രപ്രധാനമായ സ്ഥാനവും കൊണ്ട് ആരെയും മോഹിപ്പിക്കും. ആഗോള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന കടൽ തീര വിനോദ കേന്ദ്ര ശൃംഖലയായ ഫ്രഞ്ച് ഇറ്റാലിയൻ റിവിയേറകൾ പോലെ ഗാസയെ ഒരു പശ്ചിമേഷ്യൻ റിവിയേറ ആക്കുമെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് പറഞ്ഞത്. ഗാസയെ അങ്ങനെ സന്ദർശകരുടെയും പാലസ്തീനികളുടെയും പറുദീസയാക്കാൻ ഐക്യരാഷ്ട്രസഭയും മറ്റു രാജ്യങ്ങളും അങ്ങോട്ടേക്ക് ഒഴുകിയതും ഹമാസ് ഭീകര സംഘവും അതിന്റെ നേതാക്കളും വിഴുങ്ങിയതുമായ പണത്തിന്റെ ഒരു ഭാഗം മതിയാകുമായിരുന്നു. ഇസ്രയേലിന് ഭൂവിസ്താരം പോരാഞ്ഞിട്ടും ഏറെ സാധ്യതകളുള്ള ഗാസയെ പാലസ്തീനികളുടെ സ്വയം ഭരണത്തിന് ഇസ്രയേൽ വിട്ടുകൊടുത്തത് സമാധാനം ലക്ഷ്യമാക്കി മാത്രമാണ്. പക്ഷേ ഹമാസും ഹമാസിനെ പോറ്റിയവരും ഗാസയെ കുരങ്ങന്റെ കയ്യിൽ കിട്ടിയ പൂമാല പോലെയാക്കി. പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാൻ ഇസ്രയേലിന്റെ സമ്മതത്തോടെ തന്നെ ഉരുതിരിഞ്ഞ സാധ്യത പലവട്ടം തകർത്താണ് ഗാസയെ ഇന്നത്തെ അവസ്ഥയിൽ എത്തിച്ചത്. പ്രാദേശിക സ്വയംഭരണത്തിന് അവസരം കിട്ടിയപ്പോൾ പാലസ്തീനുകൾ നാടിനെ ഹമാസിന് ഭരമേൽപ്പിച്ച് നാശഭൂമിയാക്കി. വികസന സാധ്യതകൾ കാണാനോ തങ്ങൾക്കും തലമുറകൾക്കും മെച്ചപ്പെട്ട ജീവിതം പടുക്കുവാനോ അല്ല അവർ ശ്രദ്ധിച്ചത്. കുറുനരികളുടെയും പെരിച്ചാഴികളുടെയും മാളങ്ങൾ പോലെ തുരങ്കങ്ങൾ തീർത്ത് ഹമാസ് ഗാസയുടെ ഭൂതലമാകെ അരക്ഷിതമാക്കി, ചുടലപ്പറമ്പാകാൻ ഇടവരുത്തി, ജനങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടുന്ന സാഹചര്യത്തിന് കാരണക്കാരായി. പാലസ്തീനുകൾക്ക് ലഭിച്ചത് ദേഷിച്ചും ശപിച്ചും തിരിച്ചടിയിൽ പുളഞ്ഞും ജന്മം പാഴാക്കാനുള്ള സാഹചര്യം. ഇതെല്ലാമാണ് ഇതുവരെയും പ്രത്യേകിച്ച് കഴിഞ്ഞ 1.5 വർഷം കൊണ്ടും ഗാസ നേരിട്ട ദുരന്തം. സംഭവിച്ചത് ഇസ്രയേലി നടപടി കാരണമാണെങ്കിലും സംഭവിപ്പിച്ചത് പാലസ്തീൻകാർ പോറ്റിയ ഹമാസ് ഭീകരർ. അവർ അഴിഞ്ഞാടിയ ഗാസയെ അവരിൽ നിന്ന് പൂർണ്ണ വിമുക്തമാക്കാതെ ഇസ്രയേലിനെ പിന്തിരിയാനാകില്ല. സ്വസ്ഥമായ പുനർനിർമ്മാണത്തിന് ജനങ്ങളെ ഒഴിപ്പിക്കാതെയും വയ്യ. പുറമേ പറയും പ്രകാരം ഗാസയെ പുതുക്കി പണിതാൽ ഹമാസ് ബാധയില്ലാതെ തിരിച്ചെത്താൻ തയ്യാറുള്ള പാലസ്തീനികൾക്ക് സമൃദ്ധമായി ജീവിക്കാൻ സാധിക്കും. ആധുനിക സൗകര്യങ്ങളെല്ലാം അനുഭവിച്ച് ഇസ്രയേലികളുമായി ഇടപഴകി തന്നെ അവരെ അങ്ങനെ തിരിച്ചു വരാൻ ഒരിക്കലും അനുവദിക്കുകയേയില്ല എന്നാണെങ്കിൽ അതിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടും. ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നല്ലാതെ 3 തലമുറകളെങ്കിലുമായി ഗാസയിലുള്ള പാലസ്തീനുകൾക്ക് അവരുടെ ജന്മനാട് നിഷേധിക്കുന്നത് കഠിനമെന്നാണ് ജെറുസലേം സഹായമെത്രാൻ വില്യം ഷോമാലിയും ഈജിപ്തിലെ ജപമാല സന്യാസിനികളുടെ സമൂഹത്തിൽ അംഗമായ സിസ്റ്റർ നബീല സാലഹും പ്രതികരിച്ചത്. ഹമാസ് ഭരണകാലത്ത് ഗാസയിൽ ജീവിക്കുകയും യുദ്ധക്കെടുതി നേരിട്ട് കാണുകയും ചെയ്തയാളാണ് സിസ്റ്റർ നബീല. ജന്മനാടിനേക്കാൾ വലുതായി ഒരിടവുമില്ല എന്നത് ഒരു കൂട്ടർക്ക് ശരിയെങ്കിൽ സിസ്റ്റർ നബീലയുടെ വാക്കുകളും പുനർനിർമ്മിക്കുന്ന ഗാസയിൽ തിരിച്ചെത്തി ജീവിക്കാനുള്ള പാലസ്തീനികളുടെ അവകാശവും അതുപോലെ ശരികളാണ്. പക്ഷേ തിരിച്ചെത്തുന്നവർ ഹമാസ് ബാധയിൽ നിന്ന് വിമുക്തരെന്ന് ഉറപ്പില്ലെങ്കിൽ, വിമുക്തരല്ലെങ്കിൽ ചെയ്ത വേലയെല്ലാം പാഴാകും, ലോകം കാത്തതെല്ലാം വെറുതെയാകും. അങ്ങനെ ഒരു അവസ്ഥ വരുത്തി വെക്കാൻ ആരും ഇസ്രയേലിനെയോ അമേരിക്കയെയോ മനസ്സാ അനുവദിക്കില്ല. അതുകൊണ്ട് ഗാസ ആരെ തിരിച്ചേൽപ്പിക്കണം, ആരെ തിരിച്ചേൽപ്പിക്കും എന്നതിന് ഇസ്രയേലിനും ട്രംപിനും ഇക്കാര്യത്തിലുള്ള ഉറപ്പ് തന്നെയാകും യഥാർത്ഥ മാനദണ്ഡം. ബാക്കിയൊക്കെ ഭാവിക്കേ പറയാനാകൂ. ദുഷിച്ച തലമുറ ദൂഷണം ഏറെ ഇഷ്ടപ്പെടുന്നു. യൂട്യൂബ് ചാനലിലെ ദൂഷണ വർത്തമാനങ്ങൾ കേൾക്കാൻ എത്തിക്കൂടുന്നവർ അതിന്റെ തെളിവ്. അവർക്ക് വേണ്ടിയുള്ള പുത്തൻ എഡിഷൻ ചൂടാറാത്ത ദൂഷണം പാലാ രൂപതയുടെ കീഴിലെ മാർ സ്ലീബ മെഡിസിറ്റി ആശുപത്രിക്കും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവിനുമെതിരെ ദൂഷണ വാർത്തയ്ക്ക് ആശുപത്രി അധികൃതർ മറുപടി നൽകി കഴിഞ്ഞു.
അതിൻ്റെ വിശദാംശങ്ങളല്ല ഇവിടെ വിഷയം. ഇത്തരം പ്രവണതകളെ കുറിച്ചുള്ള നിരീക്ഷണം മാത്രം. ഇത് യൂട്യൂബറുടെ ദുരാവേശമാണോ അതോ ആളെ ഉപയോഗിച്ച് ഇങ്ങനെയൊരു പണി ചെയ്യാൻ തീരുമാനിച്ചവരുടെ തനത് ലക്ഷ്യമാണോ എന്നൊന്നും അറിയില്ല. എത്ര സുഖകരമായ ഏർപ്പാട്, കർമ്മം ചെയ്യുന്നവരെ നിരന്തരം ദുഷിച്ചു പറയുക. ജീവിക്കാനുള്ള വക പുറകെ എത്തും. യൂട്യൂബും മറ്റ് സമൂഹ മാധ്യമ സൗകര്യങ്ങളും മനുഷ്യൻ കണ്ടെത്തിയത് കൊണ്ടല്ല, ദൂഷണാസ്വാദകർ ഏറെയുള്ളത് കൊണ്ട് സംഭവിക്കുന്നത്. ഇത്തരം വർത്തമാനം കേട്ട് ചാനലിനെ പ്രാപണം കൂട്ടിക്കൊടുത്തവരിൽ കുറെ പേർ ജിജ്ഞാസ കൊണ്ട് തലയിട്ടവരാകാം. എങ്കിലും നിയമം പോലെ പറയട്ടെ, ഇത്തരം ചാനലുകളെ കൊഴിപ്പിക്കുന്നത് ദൂഷണം പറയുകയോ കേൾക്കുകയോ ചെയ്യാതെ ഉറക്കം വരാത്ത തലമുറയാണ്. അത് പ്രായം പ്രമാണിച്ചുള്ള തലമുറയല്ല, അഭിരുചിയുടെ പേരിലുള്ള ഗണം. അതിൽ ഏതു പ്രായക്കാരും പെടാം. മാർ സ്ലീബ ആശുപത്രിയിലെ ചൂഷണത്തിൽ മനം നൊന്ത് നഴ്സുമാർ സമരരംഗത്തേക്ക് എന്ന വർത്തമാന തലപ്പാവും കൊണ്ടാണ് യൂട്യൂബർ ഇത്തവണ രംഗത്ത് വന്നത്. പിന്നാലെ 21 വർഷം കൊണ്ട് പാലാ ബിഷപ്പ് യഥേഷ്ടം പിരിച്ച കോടികൾ എവിടെയെന്നറിയണം. ആൾക്ക് ആരെങ്കിലും മുഖം കാണിച്ച് സർവ കണക്കുകളും ബോധ്യപ്പെടുത്തുകയും വേണം പോലും. ഇത്തരം ദൂഷണത്തിന് പിന്നിൽ സഭയുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടവർ തന്നെയാകാം എന്നതാണ് അനുഭവ പാഠം. അതോടൊപ്പം സമരപ്രേരണ കുത്തിവെച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങളെ പരോക്ഷമായി ആക്രമിക്കാൻ ലക്ഷ്യമിടുന്ന ഏതെങ്കിലും വിഭാഗമുണ്ടോ എന്നതും സംശയിക്കേണ്ടുന്ന കാര്യം. കോട്ടയത്തെ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ ആശുപത്രിക്കെതിരെ സമരം ചെയ്യിക്കാൻ മുമ്പൊരിക്കൽ കരു നീക്കിയവരെ പോലെ, ഭൂമിയിൽ സ്വർഗമില്ല എന്നതുപോലെ ബുദ്ധിമുട്ടില്ലാത്ത ജോലിയുമില്ല. എല്ലാ കുറ്റങ്ങളും നീങ്ങിയ അധികാരികളോ സ്ഥാപനങ്ങളോ ഇല്ല. എല്ലാ സ്റ്റാഫും ഒരേ മനസ്സോടെ ജോലിയുടെ ബുദ്ധിമുട്ട് ഉൾക്കൊള്ളുന്ന ചരിത്രവുമില്ല. തങ്ങൾക്കുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടും മാനേജ്മെന്റിന്റെ ചൂഷണവും പീഡനവുമാണെന്ന് പഴിച്ച് പ്രതികരിക്കുന്ന ആതുര മനോനില അല്ലെങ്കിൽ മാനിയ ഏത് ഗണത്തിലെയും കുറെ പേർക്കുണ്ടാകാം. പുതിയ കാലഘട്ടത്തിൽ ഏറെ കഷ്ടപ്പാടുകൾ ഇല്ലാതെ വളർന്നവർക്ക് പ്രത്യേകിച്ചും. അതറിഞ്ഞുകൊണ്ട് തന്നെ താൻ കേട്ട പരാതിയിൽ എക്സ്പാർട്ടി വിധി പ്രഖ്യാപിക്കുന്ന യൂട്യൂബർ ന്യായാധിപന് വേണമെങ്കിൽ ആശുപത്രി അധികൃതരുടെ വിശദീകരണം ശ്രദ്ധിക്കാം. സമീപ നഗരങ്ങളിലെ ആശുപത്രികളെ ഇതിനേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള ചികിത്സാ ചെലവും സ്റ്റാഫിന്റെ കരാർ പ്രകാരമുള്ള ഉത്തരവാദിത്തങ്ങളും ഒക്കെ സംബന്ധിച്ച വിശദീകരണം അത് കേട്ട് സ്വന്തം ബുദ്ധിയിലേക്ക് സത്യത്തിന്റെ വെളിച്ചം സ്വീകരിക്കാം. ആശുപത്രിക്ക് വേണ്ടിയല്ല, തനിക്കു തന്നെ വേണ്ടി. ദൂഷക മാധ്യമങ്ങൾ ഉള്ളത് കൊണ്ട് ജോലി തന്ന സ്ഥാപനത്തിന് പണി കൊടുക്കാമെന്ന് കരുതുന്നവർ ഇക്കാലത്ത് ഏതു ഗണത്തിലും കണ്ടേക്കാം. അവരെ കരുവാക്കി ആരെയും ആക്രമിക്കാമെന്ന് കരുതുന്നവരും. എല്ലാവർക്കുമുള്ള മറുപടി, മാർ സ്ലീബ ആശുപത്രി നിലവിൽ വരുന്നതിന് മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസമാണ്. ആശുപത്രി വന്നതിന്റെ പ്രത്യക്ഷ പരോക്ഷ ഗുണഫലങ്ങൾ ഉണ്ടായവർ അറിയുന്ന വ്യത്യാസം. 2000-ലേറെ ജീവനക്കാർ സംതൃപ്തിയോടെ ജോലി ചെയ്യുന്ന ഇടം, അവരുടെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക താങ്ങ്, ബഹുസഹസ്രം രോഗികൾക്കും വിദേശികളടക്കം ആരോഗ്യ രക്ഷാകാംക്ഷികൾക്കും ഇവരിൽ നിന്ന് കിട്ടുന്ന സേവനവും മെഡിസിറ്റിയിലെ അത്യാധുനിക സ്പെഷ്യലിസ്റ്റ് സൗകര്യങ്ങളും, ആശുപത്രിയുടെ സാമീപ നിമിത്തം സമീപ പ്രദേശങ്ങളിൽ പലർക്കും ലഭ്യമായ തൊഴിലവസരങ്ങളും വരുമാന വളർച്ചയും. മാർ സ്ലീബ ആശുപത്രി പോലെ ഒരു സ്ഥാപനം കത്തോലിക്ക സഭ സ്ഥാപിച്ചു നടത്തുന്നതും അനേകർ അതിനെ ആശ്രയിക്കുന്നതും നിരവധി പേർക്ക് അവിടം ആശ്വാസ കേന്ദ്രമാകുന്നതും ഒക്കെ കാണുമ്പോൾ അസൂയ കൊണ്ട് ജ്വലിക്കുന്ന ദുഷ്ടശക്തികൾക്ക് ഇരിക്കപ്പൊറുതി ഉണ്ടാവില്ല. കത്തോലിക്ക സഭയോടും സഭയുടെ ശുശ്രൂഷയിലൂടെ അനേകർ രക്ഷാജീവിതം നയിക്കുന്നതിനോടുമുള്ള വിദ്വേഷം തന്നെയായിരിക്കാം ഇത്. യേശുവിന്റെ കാലം മുതൽ ക്രിസ്തു വൈരികളെ ഇളക്കി വിട്ടിട്ടും ലോകത്തെ രണ്ടാമതൊരിക്കൽ കൂടി പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ കഴിയാത്തതിൽ നിരാശയും പകയും എരിയുന്ന
ദുഷ്ടാത്മാക്കളുടെ പ്രതികാരം. ആ വിദ്വേഷത്തിന്റെയും അസൂയയുടെയും കെണിയിൽ വീണു പോകുന്നവർ എല്ലായിടങ്ങളിലുമുണ്ട്. സമൂഹ മാധ്യമ രംഗത്തും. മാർ സ്ലീബ ആശുപത്രിക്കെതിരായ ആക്രമണവും വേറെ എവിടെ നിന്നും ഉണ്ടായതല്ല. ആശുപത്രിയെയും കളറങ്ങാട്ട് പിതാവിനെയും ദുഷിച്ചു പറയുന്നവരോടും അത് വിശ്വസിക്കുന്നവരോടും സഹതപിക്കുക എന്നല്ലാതെ വഴിയുമില്ല. സർവരെയും ദുഷിപ്പിക്കുക എന്ന ജോലി അവകാശമാക്കിയ ദുഷ്ടാത്മാവ് എത്രയോ നാളുകളായി യൂട്യൂബ് ചാനലിനെ വഞ്ചിക്കുന്നു. അതിനെ ഓർത്ത് വിരളി പിടിക്കുന്നത് പാഴ്വേല. പകരം അനുകമ്പയോടുള്ള പ്രാർത്ഥന പ്രയോജനം ചെയ്തേക്കാം എല്ലാവർക്കും. വീണ്ടും പിരാനകളുടെ കൂട്ടം പോലെയാണ് അവരെത്തിയത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ ഇന്നലെ കുരുത്ത യൂട്യൂബ് നവാഗതർ മുതൽ വൺ ചാനൽ വരെ, പെൺകുട്ടികൾ മുതൽ മാധ്യമ രാഷ്ട്രീയ മാടമ്പി ഭാവക്കാർ വരെ, ചിലർ സ്വന്തം ഉള്ളിരിപ്പ് മറച്ചു പിടിച്ച് സുരേഷ് ഗോപിയിൽ മാടമ്പിത്തം ആരോപിച്ച് സാമർത്ഥ്യം തെളിയിച്ചു. ഉന്നത കുലജാതൻ എന്നൊരു വാക്ക് പറഞ്ഞതിന്റെ പേരിലാണ് പുകിലെല്ലാം. കപട കലാപം സൃഷ്ടിച്ച് സമൂഹം കേൾക്കേണ്ട കാര്യം അവർ മറച്ചു കളഞ്ഞു. അവരുടെ വരവ് കണ്ട് സുരേഷ് ഗോപിക്ക് സ്വരക്ഷാർത്ഥം വാക്കിൽ പിന്മാറ്റം നടത്തേണ്ടി വന്നതിൽ അത്ഭുതമില്ല. സുരേഷ് ഗോപിയെ വെറുതെ ന്യായീകരിക്കാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഉന്നത കുലജാതരും അങ്ങനെയല്ലാത്തവരും എന്ന തെറ്റായ വേർതിരിവ് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പൊതുസമൂഹം വിമർശിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ഒരു ഭാവം അദ്ദേഹത്തിനുണ്ടായത് ഒട്ടും ആശ്വാസമല്ലതാനും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ തന്നെ അതിലും വലിയ സത്യത്തിലേക്ക് തിരിയണമെന്ന് മാത്രം. യഥാർത്ഥത്തിൽ വിമർശകർ ആക്രമിക്കുന്നത് അവരുണ്ടാക്കിയ ഒരു സ്ട്രോമാനെ, വെറും കച്ചിക്കോലത്തെ. വാക്കിൽ കടിച്ചു തൂങ്ങി സുരേഷ് ഗോപിയെ വേട്ടയാടാനുള്ള തന്ത്രം. കാരണം അവർക്ക് മനസ്സിലായി അദ്ദേഹം ഉദ്ദേശിച്ചത് മന്ത്രിമാരുടെ നിയമനത്തിൽ ക്രോസ് അപ്പോയിന്റ്മെന്റ് നടക്കണം എന്നാണെന്ന്. ആദിവാസി ക്ഷേമ വകുപ്പ് ഉന്നത കുലജാതരെയും അതുപോലെ മുന്നോക്ക വകുപ്പുകൾ ആദിവാസി സമൂഹത്തിൽപ്പെട്ട മന്ത്രിമാരെയും ഏൽപ്പിക്കണം എന്നാണെന്ന്. ഏത് വകുപ്പിനും ഏത് വിഭാഗക്കാരെയും മന്ത്രിയായി നിയമിക്കണമെന്നാണല്ലോ ഇതിനർത്ഥം. ഇക്കാര്യത്തിൽ ഇതിനേക്കാൾ വലിയ എന്ത് നന്മയാണ് സുരേഷ് ഗോപി പറയേണ്ടത്? ഇത് സുരേഷ് ഗോപിയുടെ മാത്രം ചിന്തയല്ല. നാളിതുവരെയുള്ള മന്ത്രി പട്ടികകൾ ശ്രദ്ധിച്ചിട്ടുള്ള പല സാധാരണക്കാരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ചില വിഭാഗക്കാരെ ആ വിഭാഗത്തിന്റെ പേരുള്ള വകുപ്പുകളിൽ മാത്രമായി ഒതുക്കുന്നു എന്ന്. അതങ്ങനെ മതിയെന്ന് നിശ്ചയിച്ചവർ അവസരം നന്നായി ഉപയോഗിച്ചു. ആദിവാസി സമൂഹത്തിൽപ്പെട്ട ചിലർ പോലും കപട ബഹളക്കാരുടെ വണ്ടിയിൽ കയറിക്കൂടി. യഥാർത്ഥത്തിൽ തങ്ങൾക്ക് അനുകൂലമായ നിർദ്ദേശം മുഖവിലക്കെടുക്കാതെ സുരേഷ് ഗോപിക്കെതിരായ ആക്ഷേപത്തിന്റെ ത്രില്ലിൽ അവർ മയങ്ങി. പുറമെ കേട്ടാൽ എത്ര വിശാല ഹൃദയരാണ് സുരേഷ് ഗോപിയെ കടിച്ചു കീറാൻ വെപ്രാളപ്പെടുന്നവർ. കുറെ പേരെ ഒഴിവാക്കാം. അവർക്ക് ആരുടെയെങ്കിലും വായിൽ നിന്ന് വാക്ക് വന്ന് തീരും മുമ്പേ വിവാദമുണ്ടാക്കി ശ്രദ്ധ നേടണമെന്ന ചിന്തയേ ഉള്ളൂ. വേറെ അജണ്ടയില്ല. മറ്റൊരു കൂട്ടർ സ്നിഫർ നായ്ക്കളെ പോലെ സുരേഷ് ഗോപിയുടെ പിന്നാലെ ആക്രമിക്കാൻ വക തെരഞ്ഞു നടക്കുന്നു. അവരുടെ ഉദ്ദേശശുദ്ധി സംശയത്തിലാണ്. അവർക്കും അപ്പുറമാണ് മന്ത്രിസഭകളിൽ ആദിവാസി സമൂഹക്കാർക്ക് മുന്നോക്ക വകുപ്പുകൾ നൽകണമെന്ന സ്വരത്തെ അമർത്തിയവർ. മുന്നോക്ക വകുപ്പുകൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ മുന്നോക്കം എന്ന തരംതിരിവല്ല. രാഷ്ട്രീയ ഗ്ലാമറും ചില കാര്യങ്ങളൊക്കെ നേടാനുള്ള സാഹചര്യവും തരപ്പെടുന്ന വകുപ്പുകൾ. അതൊക്കെ ഓരോ വിമർശക ജീവിക്കും അറിയാം ഏതാണ് കൂടുതൽ വലിയ തെറ്റ്. സുരേഷ് ഗോപി ഉന്നത കുലജാതൻ എന്ന വാക്ക് ഉപയോഗിച്ചതാണോ, അതോ ആദിവാസി സമൂഹത്തിൽപ്പെട്ടവർക്ക് മന്ത്രിസഭയിൽ വിശാലമായ മുൻനിര അവസരങ്ങൾ നൽകണമെന്ന നിർദ്ദേശത്തെ കൃത്രിമ വിവാദത്താൽ കുഴിച്ചു മൂടുന്നതോ? അവരുടെ ക്ഷേമകാര്യം കഴിവുള്ള ഏത് വിഭാഗക്കാരെയും വകുപ്പേൽപ്പിച്ച് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം കേൾക്കാതാക്കിയതോ?
പ്രതിഷേധ കോലാഹല നാടകക്കാർ തൽക്കാലം വിജയിച്ചു. നേട്ടം അവർക്ക് തന്നെ. പക്ഷേ നഷ്ടം ആർക്കാണ്? സുരേഷ് ഗോപിക്കോ കാപട്യവാദികൾ എറിഞ്ഞ എല്ലിൻ കഷ്ണത്തിൽ കടിച്ച് തങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യം മറന്ന് പ്രതികരിച്ച വിഭാഗങ്ങൾക്കോ? എന്തായാലും ഉന്നത കുലജാതൻ എന്ന വാക്കു കേട്ടയുടൻ ഇത്രയേറെ പേർ ചാടി വീണ നിലയ്ക്ക് ബാക്കി വിഭാഗങ്ങൾക്ക് ബേജാറാകേണ്ട കാര്യമേയില്ല. അവരുടെ കാര്യം നോക്കാൻ എത്ര പേരാണ് വെമ്പി നിൽക്കുന്നത്. ഇതാണ് കേരളത്തിലെ രാഷ്ട്രീയ മാധ്യമ നവമാധ്യമ സംഘലിത വേദിയുടെ തനിമുഖം. സുരേഷ് ഗോപിക്ക് 2 തെറ്റ് തീർച്ചയായും പറ്റി. ഒന്ന്, ചുറ്റിനുമുള്ള ഹൈനപറ്റത്തെ ഇളക്കാൻ ഉന്നത കുലജാതൻ എന്ന വാക്ക് ഉപയോഗിച്ചു. അതിലും വലുതാണ് രണ്ടാമത്തെ തെറ്റ്. മനസ്സിൽ സവർണബോധം വെച്ച് പോറ്റുന്നവർ കേൾക്കെ അവർ അംഗീകരിക്കാത്തവർക്ക് മന്ത്രി പട്ടികയിൽ മുന്തിയ സ്ഥാനവും നൽകണമെന്ന് ഉച്ചത്തിൽ പറഞ്ഞു. ഈ തെറ്റുകൾ കാരണം ഒരു വെടിക്ക് 2 പക്ഷിയെ വീഴിക്കാൻ കൗശലക്കാർക്ക് അവസരം കിട്ടി. അത്ര തന്നെ. ഒരംഗത്തിന് പോലും സവർണ ചിന്തയില്ലാത്ത സംഘമാണ് തങ്ങളുടേതെന്ന് പറയാൻ ഏതെങ്കിലും ഇടതു വലത് രാഷ്ട്രീയ കക്ഷിക്കോ മതസമുദായത്തിനോ കഴിയാത്ത കേരളത്തിന്റെ നേട്ടം. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.